നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമ്മളിടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഞാൻ ഈ ഗ്യാങ്ങിൽ പെട്ട ഒരാളല്ല, എനിക്ക് ഇവരായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, എൻ്റെ തിങ്കിങ്ങും ഞാൻ പെരുമാറുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതൊക്കെ. ഹാവ് യു എവർ ഫെൽ ലൈക്ക് യു ജസ്റ്റ് ഡോണ്ട് ഫിറ്റ് ഇൻ ലൈക്ക് യുവർ വേ ഓഫ് തിങ്കിങ് ഓർ ഫീലിംഗ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം മോസ്റ്റ് പീപ്പിൾ അറൗണ്ട് യു? അതായത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കാരണം സൈക്കോളജിയിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സണാലിറ്റി ഇസ് നോട്ട് വൺ സൈസ് ഫിറ്റ്സ് ഓൾ. എല്ലാവരും ഇൻക്രെഡിബിളി റെയർ ആണ്. പക്ഷെ ചില പേഴ്സണാലിറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും റെയർ ആണ്. ബിക്കോസ് ഓൾ ഓഫ് us ആർ വയേർഡ് ഡിഫറെൻ്റ്ലി. നമ്മൾ ഒരിക്കലെങ്കിലുമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ ഈ ലോകത്ത് പറ്റുന്ന ഒരാളല്ല, നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത്. സൈക്കോളജിയിൽ നമ്മൾ പറയേണ്ടത് എല്ലാവരുടെയും വ്യക്തിത്വങ്ങൾ ഒരേപോലെയല്ല, ഡിഫറെൻ്റ് ആണ് എന്നുള്ളതൊക്കെ. ചില വ്യക്തിത്വങ്ങൾ വളരെ അപൂർവമാണ്. അതൊക്കെ വളരെ മികച്ചതായതുകൊണ്ടിട്ട് മാത്രമല്ല, പക്ഷേ അവർ വ്യത്യസ്തമായിട്ടാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് MBTI, മയോസ് ബ്രിഗേഴ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ അടിസ്ഥാനമാക്കിയിട്ടുള്ള 5 അപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. MBTI എന്നുള്ളതൊരു ഫ്രെയിം വർക്കാണ്. ഇത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, അനുഭവിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. ഇത് ആളുകളെ ലേബൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബോക്സിലിടാനോ ഒന്നുമല്ല. നമ്മൾ സ്വയം കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ പോരായ്മകൾ ഒക്കെ ഈ അപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സോ വാട്ട് ആർ ദ റെയറസ്റ്റ് പേഴ്സണാലിറ്റി ടൈപ്സ്? എ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ MBTI. നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പറയുന്ന ചില വസ്തുതകളാണ് ഇന്ന് പറയുന്നത്. വാട്ട് ഈസ് MBTI? ദ മയേഴ്സ്-ബ്രിഗേഴ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ is one of the most widely used personality framework in the world. അതായത് ഈ ഫ്രെയിംവർക്ക് ലോകത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തിത്വ ഫ്രെയിംവർക്കുകളിൽ ഒന്നാണ്. ഇത് കാർൽ യുങ്ങിൻ്റെ സൈക്കോളജിക്കൽ തിയറിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആളുകളൊക്കെ ഈ ചുറ്റും എങ്ങനെയാണ് ലോകത്തെ മനസ്സിലാക്കുന്നത്, അവരുടെ മുൻഗണനകൾ എങ്ങനെയാണ്, അവരുടെ എനർജി അവരെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, ജീവിതം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഡിസിഷൻസ് എങ്ങനെയാണ് ഇവരെടുക്കുന്നത്. MBTI എന്നത് ഒരു 4 ഡയമെൻഷനുകളായിട്ടാണ് അവർ വിഭജിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ഇൻട്രോവേർഷൻ വേഴ്സസ് എക്സ്ട്രോവേർഷൻ. നമ്മൾ എവിടെ നിന്ന് ഊർജം നേടുന്നു, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സെക്കൻഡ്, സെൻസിങ് വേഴ്സസ് ഇൻറ്റ്യൂഷൻ. നമ്മൾ എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നു, അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. തേർഡ്, തിങ്കിങ് വേഴ്സസ് ഫീലിംഗ്. നമ്മൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ ചിന്തിച്ച് ഫീൽ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത്. ഫോർ, ജഡ്ജിങ് വേഴ്സസ് പെർസീവിങ്. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ജഡ്ജ് ചെയ്യുന്നതും പെർസീവ് ചെയ്യുന്നതും എന്നിട്ട് അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ ഈ 4 കാര്യങ്ങളിൽ നിന്ന് 16 വ്യക്തിത്വങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അവയിൽ ചിലതൊക്കെ മറ്റ് നമ്മൾ യൂഷ്വൽ കാണുന്നതിനേക്കാളും വളരെ അപൂർവമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അങ്ങനെ അപൂർവമായിട്ടുള്ള ടോപ്പ് 5 റെയറസ്റ്റ് MBTI പേഴ്സണാലിറ്റി ടൈപ്സ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്, according to CPP data and MBTI research. First, INFJ, അതായത് ദ അഡ്വക്കേറ്റ് എന്ന് പറയാം. അതായത് ഇത്തരം ആൾക്കാർ വളരെ എംപത്തറ്റിക് ആയിരിക്കും, ഡീപ്പ് തിങ്കേഴ്സ് ആയിരിക്കും, സ്ട്രോങ് സെൻസ് ഓഫ് ഐഡിയലിസം, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റിയും ഉള്ളതായിരിക്കും. അതായത് 1.5% ജനസംഖ്യയിൽ അത്രയും ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ സഹാനുഭൂതിയുള്ള ആളുകളായിരിക്കും, ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും, ശക്തമായിട്ടുള്ള ഒരു ഐഡിയലിസവും അല്ലെങ്കിൽ ഡീപ്പ് തിങ്കേഴ്സ് ആയിരിക്കും. ഇവരൊക്കെ വളരെ അപൂർവമാണ്. കാരണം അവർ ഭയങ്കര ഉയർന്ന ഇമോഷണൽ സെൻസിറ്റിവിറ്റിയും ഫീലിങ്സും ആഴത്തിലുള്ള സ്ട്രാറ്റജിക് ഇൻറ്റ്യൂഷൻ, ജഡ്ജിങ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. മേ ബി ദേ ആർ റെയർ ബിക്കോസ് ദേ കമ്പൈൻ ഹൈ ഇമോഷണൽ സെൻസിറ്റിവിറ്റി വിത്ത് ഡീപ്പ് സ്ട്രാറ്റജിക് ഇൻസൈറ്റ്, ഇൻറ്റ്യൂഷനും ജഡ്ജിങ്ങും. അപ്പോൾ ഇവർ MBTI തരംതരങ്ങളിൽ ഏറ്റവും ചെറിയൊരു ഗ്രൂപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന, സൈക്കോളജി, ഹ്യൂമാനിറ്റേറിയൻ റോളുകളിലൊക്കെയാണ് ഇവരെ കൂടുതൽ കാണാറ്. ഉദാഹരണത്തിന് കാർൽ യുങ്, മഹാത്മാഗാന്ധി ഒക്കെ ഇത്തരം പേഴ്സണാലിറ്റി ടൈപ്പ് ഉള്ളവർ ആയിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ENTJ
അതായത് ദ കമാൻഡർ എന്നുള്ളതാണ്. പോപ്പുലേഷനിൽ 1.8% ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. വളരെ ബോൾഡായിരിക്കും, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിരിക്കും. നാച്ചുറലി അവർ ഭയങ്കര ലീഡേഴ്സ് ക്വാളിറ്റി ഉള്ളവരായിരിക്കാം. അവർക്ക് ഏതൊരു പ്രഷറിലും വളരെ സങ്കീർണമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എത്ര വലിയ കോംപ്ലക്സ് ഇഷ്യൂ ആണെങ്കിലും വളരെ സങ്കീർണമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. അവരെപ്പോഴും ഒരു നേതാക്കളായിരിക്കും. പക്ഷെ അവരുടെ അപൂർവത അല്ലെങ്കിൽ അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അസേർട്ടീവോടുകൂടി, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചിന്താഗതിയോടുകൂടി അവർക്കത് നേരിടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സ്റ്റീവ് ജോബ്സ്. ദ നെക്സ്റ്റ് ഇസ് INTJ, അതായത് ദ ആർക്കിടെക്റ്റ്, 2.1%. ഇത് ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അനാലിറ്റിക്കലും അതുപോലെ തന്നെ വിഷണറിയും ഉള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. വളരെ സ്വതന്ത്രമായിട്ടുള്ള, ഭയങ്കര വിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ദീർഘകാലം വിഷനുള്ള ആളുകളായിരിക്കും. അതായത് വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, എന്നാൽ അവർ ഭയങ്കര ഇൻട്രോവേർഷൻസും ശക്തമായിട്ടുള്ള സ്ട്രാറ്റജിക് തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്ന ആളുകളായിരിക്കും. ഇലോൺ മസ്കും അയൺ റാൻഡൊക്കെ ഇതിൽ പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ENFJ, ദ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്തരക്കാർ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള, സഹാനുഭൂതിയുള്ള നേതാക്കളാണ്. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ഇൻസ്പയർ ചെയ്യുകയും വളരെയധികം നല്ല രീതിയിൽ മാർഗനിർദ്ദേശികളായിട്ട് ഒരു മെൻഡറൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് സഹായിക്കുന്ന ആളുകളായിരിക്കും. അത് വളരെ അപൂർവമാണ്. കാരണം മറ്റുള്ളവരോട് അനുഭവമുള്ള, സഹാനുഭൂതിയോടുകൂടി ലക്ഷ്യപരമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഉദാഹരണത്തിന് ഓപ്ര വിൻഫ്രി. 5 ENTP, ദ ഡിബേറ്റർ, 3.2%. ഇത് ഭയങ്കര പെട്ടെന്ന് ചിന്തിക്കുകയും വേഗത്തിൽ ചിന്തിക്കുന്ന, ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന, പെട്ടെന്ന് ജിജ്ഞാസയുള്ള, എൻഡ്ലെസ്ലി ക്യൂരിയസ് ആയിരിക്കും. പെട്ടെന്ന് ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. ക്വിക്ക് തിങ്കേഴ്സ് ആയിരിക്കും. അവർക്ക് എനർജറ്റിക് പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നിമിഷ നേരം കൊണ്ട് കമ്പ്യൂട്ടർ സോൾവ് ചെയ്യുന്നത് പോലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരിക്കും എന്നുള്ളവരാണ്. അവർ ഫിയർലെസ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു തോൽവിയിലൊന്നും തോറ്റു പോകുന്നവരായിരിക്കില്ല. ആ തോൽവി എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്ന ആളുകളായിരിക്കും. ഇത് പോപ്പുലേഷനിൽ 3.2% ഉള്ള വ്യക്തികളായിരിക്കും. ഉദാഹരണത്തിന് തോമസ് എഡിസൺ, റിച്ചാർഡ് ഫെയ്ൻമാൻ, ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്നുള്ളതാണ്. വൈ ഡസ് ദിസ് മാറ്റർ? എന്തുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്? റെയർ ആയിട്ട് നിൽക്കുന്നത് ഡസൻറ്റ് മീൻ സുപ്പീരിയോറിറ്റി. ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഒരു സുപ്പീരിയർ ആണ്, നമ്മളെക്കാളൊക്കെ മികച്ചതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്തരം പേഴ്സണാലിറ്റികൾ പറഞ്ഞത്. ഈച്ച് പേഴ്സണാലിറ്റി ടൈപ്പ്, റെയർ ഓർ കോമൺ, ഹാസ് ഈക്വൽ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ്. എല്ലാ പേഴ്സണാലിറ്റിക്കും അതിൻ്റേതായ ഈക്വൽ വാല്യൂ ഇമ്പോർട്ടൻസും ഉണ്ട്. അപൂർവത ഒരിക്കലും ഒരു ഉന്നതയല്ല. ഓരോ വ്യക്തിത്വം അപൂർവമോ അല്ലെങ്കിൽ സാധാരണയോ സമാനമായിട്ടുള്ളൊരു മൂല്യവും പ്രാധാന്യവും ഉണ്ട് എന്നുള്ളതാണ്. വളരെ അപൂർവമായതുകൊണ്ടിട്ട് വളരെ വ്യത്യസ്തമാണ് അല്ലെങ്കിൽ വളരെ ഉയർന്നതാണ് എന്നുള്ളതല്ല. അത് അവരുടേതായ ആന്തരിക വിരുദ്ധതകളാണ് എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല. ആഴത്തിലുള്ള ഇമോഷണലും അതുപോലെ തന്നെ വളരെയധികം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റാഷണൽ ആയിരിക്കുക, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡും അല്ലെങ്കിൽ വളരെയധികം ദർശനപരമോ ആയിരിക്കുക എന്നുള്ളതൊക്കെ ചില സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ജേർണൽ ഓഫ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ പ്രസിദ്ധീകരിച്ച റിസർച്ച് പ്രകാരം MBTI കരിയർ ഗൈഡൻസിൽ ടീം കമ്മ്യൂണിക്കേഷൻ തെറപ്പി എന്നിവയിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടൂളാകാം എന്ന് പറയാറുണ്ട്. അപ്പം ഇത്തരം സ്വഭാവങ്ങൾ അവർക്ക് വ്യത്യസ്തമല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവരായിട്ട് തോന്നാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർക്കുള്ള ഓരോ പ്രത്യേകതകളും ശക്തികളും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് സൈക്കോളജിയിൽ സ്വയം ബോധം ഉണ്ടാവാനും ആ അവയർനെസ്സിൽ നമുക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇത്തരം കാര്യങ്ങളുള്ളത് നമുക്കൊരിക്കലും അപൂർവത എപ്പോഴും ഒരു വലിയ കാര്യമായിട്ടല്ല, നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. പേഴ്സണാലിറ്റി ഈസ് നോട്ട് ഫിക്സ്ഡ്. അക്കോർഡിംഗ് ടു കാരോൾ, വർക്ക് ഓൺ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. ഈവൻ ട്രേറ്റ്സ് ദാറ്റ് ഫീൽ കോർ അസ് ക്യാൻ ഇവോൾവ് ഓവർ ടൈം. അതായത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, റിഫ്ലക്ഷൻസിലൂടെ, ഇമോഷണൽ ഡെവലപ്മെൻറ്റിലൂടെ
നമുക്ക് ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വ്യക്തിത്വം സ്ഥിരമായ ഒന്നല്ല, നമുക്കത് ചില കാര്യങ്ങളിലൂടെ മാറ്റിയെടുക്കാനായിട്ട് വികസിപ്പിക്കാം കാലക്രമേണ എന്നുള്ളതാണ്. അതിനാൽ നമ്മളുടെയൊക്കെ പേഴ്സണാലിറ്റി അപൂർവമാണെങ്കിൽ അത് ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഒരുപാട് മഹത്വപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല. അത് നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻസൈറ്റ് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ടൂളുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്വയം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റൊരേക്കാൾ വലുതാണെന്നോ അല്ലെങ്കിൽ താഴെയാണെന്നോ ചിന്തിക്കാതെ എല്ലാ പേഴ്സണാലിറ്റിക്കും അതിൻ്റേതായ വാല്യൂസും അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസും ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.